ഹലോ ഗായ്സ്, അപ്പം അനുനന്ദ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അനുനന്ദ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിന്റെ മുഖത്തുനിന്ന് ഞാൻ താജ്മഹൽ പണിയും. അതെൻ്റെ ചേച്ചിയാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇടാം. പോയിൻസിൻ്റെ ആണ്. ഒന്ന് നേരെ കണ്ടെടുത്ത് നേരെ മോയ്സ്ചറൈസർ. എന്നിട്ട് നമുക്കത് മുഖത്ത് തേക്കാം. അപ്പോൾ ഞാൻ ചന്ദനം തൊട്ട് അപ്പം കുറച്ച് കഴുത്തിലും കൂടി ഒന്ന് തേച്ചെടുക്കാം. അപ്പം ഞാൻ ഈ മോയ്സ്ചറൈസർ ഇടുന്ന സമയത്ത് നിങ്ങളൊന്ന് ലൈക്കും ഷെയറും തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തി അടിച്ച് കൊന്നു. അപ്പം നമുക്ക് ഇടാം. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോമ്പാക്റ്റ് ഇടാം. അതേതാ ബ്രഷ്? അമ്മയുടെ ബ്ലഷാണ്. അമ്മയുടെ കോമ്പാക്റ്റിൻ്റെ ബ്രഷ് എടുത്തിട്ട് വന്നേക്കണേ അവിടെ. ഇത് നല്ല കോമ്പാക്റ്റ് ആണ്, മേക്കപ്പ് സെറ്റിനുള്ള കോമ്പാക്റ്റ് ആണ് ഞാൻ ഇപ്പം ഇടുന്നത്. കുറച്ച് വെളുത്തിട്ട് പാറട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി ഐ ഷാഡോ ഇടാം. അപ്പം ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതാ, അപ്പം ഞാൻ ഇരുന്ന ഷെയ്ഡ്, എനിക്കിഷ്ടമുള്ള ഷെയ്ഡ് ഇതാണ്. ഇത് ഒരു ഡാർക്ക് ഡാർക്കാണ്. അപ്പുറത്തെ അവിടെ വണ്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടു വെച്ചേക്കുന്നത് കണ്ണടച്ചിട്ട്. ഗൈസ് അവൾ അങ്ങനെ ഇടട്ടെ എന്ന്. അപ്പം ഗൈസ് അങ്ങനെ ഇട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ അടച്ചു വെച്ചു. ഇനി അടുത്തത് എന്താണ് ഈ പെട്ടിക്കകത്ത് എടുക്കുന്നത്? അടുത്ത കൺമഷി. കൺമഷി കാണാണ്ട് എഴുതാൻ പറ്റുമോ? ഞാൻ എഴുതേണ്ടി വരുവാ? ഞാൻ എഴുതരാം. ഗൈസ് ഇവൾക്ക് കൺമഷി ഞാൻ എഴുതി കൊടുക്കണം. പ്രശ്നം പിടിച്ച് പിടിക്കണം. ഞാൻ എടുക്കാം. ഈ കണ്ണുമേ ഞാൻ താജ്മഹൽ പണിയും. കണ്ണായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൺമഷീൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ കാണുന്ന കൺമഷീൻ തന്നെയാണ്. കണ്ണടിച്ചു. ഞാനിട്ട് കൊടുത്തേ. അപ്പോൾ ഈ അകത്തൂടി മാത്രമേ ഞാനും ചേച്ചി ഇടാറുള്ളൂ. അപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഗൈസ് അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് എടുത്തരാം. ഇതാണ് മാഡ്മീൻ്റെ വാട്ടർ പ്രൂഫ് സ്മച്ച് പ്രൂഫ് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്. മേരി ജോക്കിൻ്റെ ആണ് സംഭവം. അപ്പോൾ ഇതാണ് ഞാൻ ഇതിടാൻ വന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ഈ റെഡും ഇതിൻ്റെ ഷെയ്ഡ് എന്ന് വെച്ചാൽ എന്താ പറയുക, എന്താ പറയുക, നിങ്ങൾ ഈ കാണുന്ന ഷെയ്ഡ് തന്നെ അല്ല ഇതിൻ്റെ ഷെയ്ഡ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്ക്. നിങ്ങൾക്ക് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഈ ഷെയ്ഡാണ് സംഭവം വരുന്നത്. ഇത് റെഡിന്റെ ഡാർക്ക് ആയിട്ടാണ് വരുന്നത്. ഇതാണ് കളർ വരുന്നത്. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കി.
അപ്പം ഇതുണ്ട്, പിന്നെ കുറേ റെഡിൻ്റെ ഉണ്ട് ഗൈസ്. ഇതെല്ലാം റെഡിൻ്റെ മാത്രം. ഞാനൊരു കാര്യം പറഞ്ഞില്ല ഗൈസ്, ഇത് ഇത് ഞാൻ ഉപയോഗിച്ച് ഇങ്ങനെയാക്കി ഗൈസ്. ഇത് ഞാൻ ലൈറ്റ് എഫക്റ്റ് കാണിച്ചിട്ടാണെങ്കിൽ ഇതെങ്ങനെ ഈ കളർ നല്ല ഒരു കളർ, ഇത് നല്ല കളറാണ്. പിന്നെ ഇത് അടച്ചൊക്കെ. പിന്നെ അടുത്തുള്ളത് ഇത് ഏതിൻ്റെ എഴുന്നടി, ഇതിൻ്റെ കളർ പോയല്ലോ. മൈലാപ്പിൻ്റെ ലിപ്സ്റ്റിക്ക്. അടിപൊളി ലിപ്സ്റ്റിക്കായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കായിരുന്നു. ഇതാ എല്ലാത്തിനും ഒരു റെഡ് ഷെയ്ഡാണ് വന്നേക്കുന്നത്. റെഡ് ഷെയ്ഡാണ് നമ്മൾ കൂടുതലും വാങ്ങാറ്. അതെ. അപ്പം പിന്നെ ലാസ്റ്റത്തെ നീ കാണിച്ച ലാസ്റ്റത്തെ ഇത് ലോങ് ലാസ്റ്റിക് ലിപ്സ്റ്റിക്. ഇത് ലോങ് ലാസ്റ്റിക് ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല. ഇത് അമ്മയാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇതിൻ്റെ കമ്പനി ഒക്കെ മറന്നുപോയി, കണ്ടു തീർന്ന്. ഇതൊരു കട്ടയായിട്ട് ഇരിക്കുക, ഇത് കട്ടയൊന്നും. അപ്പോൾ ഇനി തുടങ്ങിക്കോ. അപ്പം നമുക്കങ്ങനെ ലിപ്സ്റ്റിക് ഇടാം. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഇത്. ഡാർക്ക് ആയിട്ടിട്ട് അമ്മ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. കഴിച്ച് എൻ്റെ എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, വായ എവിടെയാണെന്നൊരു ആൾക്കാരില്ല, അതാണ്. രണ്ട് കുത്തുള്ള മുഖം. അയ്യോ നിന്റെ വാ തുറന്നിപ്പോ ക്യാമറയുടെ ഉള്ളിലേക്ക് കയറുക. അപ്പം അങ്ങനെ അത് ഇട്ട് നോക്കട്ടെ. ഇനി ബ്ലഷ് ഇട്. അപ്പം ബ്ലഷ് ഞാൻ അതേ ഷെയ്ഡ് തന്നെയാണ് എടുക്കുന്നത്. ഗൈസ് ഇതാണ് എൻ്റെ TYA മേക്കപ്പ് കിറ്റ്, ചെറിയ മേക്കപ്പ് കിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് ഷെയ്ഡിൽ ഏതെങ്കിലും ഒന്നും എടുക്കാവുള്ളൂ. ഇതാണ് ബ്ലഷ്. ഇത് പുതിയതാണ് ഗൈസ്, അതുകൊണ്ട് എന്താ ഡൗട്ട്. അതെടുക്കും. നിൽക്ക് നൈറ്റ് ഡാർക്കായിട്ട് ഇട്ടുള്ളൂ. മോള്. അപ്പം എനിക്ക് ഇത് നല്ലോണം ഡാർക്കായിട്ടിരുന്ന ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കവളൊക്കെ ചുമന്നിരിക്കണം. അപ്പം നാളെ ഞാൻ എന്താ പറയുക, മാഷ അവളുടെ ഡ്രസ്സ് ഇട്ടാത്തതുകൊണ്ട് ഞാനൊരു ഗോൾഡൻ ഡ്രസ്സ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇടുവേ. അതേപോലെ ഞാൻ ഇന്ന് മേക്ക് ഓവർ നാളെ ചെയ്യും. അതുകൊണ്ട് ഇന്നേ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നാളെ കാണുമല്ലോ. അപ്പം അങ്ങനെ ബ്ലഷൊക്കെ ഇട്ട് ചുമന്നിരുന്നു. അപ്പം ഇനി ഞാൻ ഇടാൻ പോകുന്നത് ലാസ്റ്റ് ഇല്ല. പിന്നെ ഇതുള്ളത് അയ്യേ ഇതൊക്കെ എന്തൊക്കെയോ. അപ്പോൾ ഗൈസ് ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിയ സാധനമാണ്. ADSൻ്റെ വാട്ടർ പ്രൂഫ് ലിക്വിഡ് ലൈനർ. പക്ഷേ വാട്ടർ പ്രൂഫ് ഒന്നുമില്ല, അത് ഞാൻ സത്യം പറയാം, ഒന്നുമില്ല. പക്ഷേ ഇത് പിന്നെ സാധാ ഹൈലൈറ്റർ തന്നെ, വാട്ടർ പ്രൂഫ് അല്ലെന്നേ ഉള്ളൂ. പിന്നെ വേറെ ഉള്ളത് ഇത് ഡാസ്ലറിൻ്റെ, അതെല്ലാവർക്കും അറിയാമല്ലോ, അത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ലൈറ്റ് ഇടുമ്പോഴാണ് ഇവളുടെ മുഖത്തെ തിളക്കം കാണുന്നത്. ഹരേ വിമല, ഹരേ ശ്യാമള, അടിപൊളി. വേണം. ഈ പൊട്ടോടാൻ പോവാ. അതെനിക്ക് നല്ലോണം അറിയില്ല. ഞാൻ സ്റ്റാർ കൊടുത്തേ.
അയ്യോ അത് ഞാൻ ചെയ്ത മണ്ടി. അതെനിക്ക് പാത്രം തൊടാൻ അറിയില്ല. അത് മാത്രം എനിക്ക് തൊടാൻ അറിയില്ല. എന്തുവാ കാണിക്കുന്നത്? ആ എന്നാ ഇനി ഒന്നും കൂടി ഉണ്ട്. അയ്യോ സോറി. എന്താ ചേച്ചി മുഖം ഒരു താജ്മഹൽ പണിഞ്ഞോന്ന് എനിക്കറിയില്ല. കൊള്ളം മോണ. എൻ്റെ മലയാളം കഴിച്ചത്. അതെന്ത് മാല? രണ്ടുപേർക്കും ഒരേപോലത്തെ ഒരു മാല വാങ്ങി തന്നിട്ടുണ്ട്. മതി കഴിഞ്ഞു. ഇല്ല ഇനി പോയി പിന്നെ പെർഫ്യൂം എടുത്തു. ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതാണ് ഞാൻ 3 അത്തേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതുണ്ടോ സാന്തൽ. അടിപൊളി സാധനമാണ്. അതെനിക്ക് അടിപൊളി ഇഷ്ടമായി. പിന്നെ ബ്രെഡ് ക്ലാസിക്. ഇത് എൻ്റെ മോനെ തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പിന്നെയുള്ളത് ക്യൂട്ടിക്കൂറ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറച്ച് ഇഷ്ടപ്പെട്ടു, പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. സാന്തൽ ഗൈസ് അടിപൊളി മണമാണ്. നമ്മുടെ ചന്ദനത്തിന് തന്നെ മണമാണ് ഇന്ന. പക്ഷേ ഈ ക്യൂട്ടിക്കൂറ തന്നെ മണം നല്ല ഇതിന്. ഇത് ഏതോ കാട്ടമണം. ഗൈസ് ഫോൺ അടിക്കുന്നത് ഞാൻ നോക്കട്ടെ. അപ്പം ഗൈസ് 3 എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ചേച്ചി പറഞ്ഞു ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. ഞാൻ എല്ലാം കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം അതിൽ കൂടുതൽ എടുക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എങ്ങനെയൊക്കെ എടുക്കാൻ നോക്കാം. അപ്പം അക്കി പിക്കി താമരപ്പിക്കി അയ്യോ അസ്കി പിസ്കി താമരപ്പിസ്കി അയ്യോ പിക് ഔട്ട്. അപ്പം ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഗൈസ് നിങ്ങൾ വിചാരിക്കുക നെല്ല് കാണുമ്പോൾ അവിടെയായിട്ട് നിൽക്കുന്നുണ്ടെന്ന്. ആരുമില്ല ഗൈസ്. ഷർട്ട് തൂക്കിയിട്ട്. അപ്പം ഗൈസ് ഇതാണ് അതിൻ്റെ പുറത്ത് നിന്നുള്ള കോട്ടിങ്. എൻ്റെ ഈ ഒലക്കലത്തെ ബ്ലഡർ. ആ ഇത് തന്നെ സാധനം. അപ്പം ഇത് നമുക്ക് തേക്കാം. ഒന്ന് കറക്കി കാണിച്ചാ. ആ ഗൈസ് ഇതാണ് സംഭവം. ആ തുറന്നേ. ഇതിൻ്റെ അടിയിൽ ഞാൻ കാണിച്ചു തരാം വെള്ളം. സോറി ഗൈസ്, അതെൻ്റെ അച്ഛൻ്റെ അമ്മേനെ വിളിക്കുന്നതാണ്. അപ്പം നമുക്കിത് എനിക്കിതിന് മണം ഇപ്പം. ഇത് പുതിയ ഷാളൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പം നല്ല മണം ഗൈസ്. നല്ലോണം ഇഷ്ടം. ഇത് മണത്ത് നോക്കൂ ഗൈസ്. ഇവർക്ക് എങ്ങനെയാ മണക്കാൻ പറ്റുക? മതി നിക്ക്. എടി നല്ല മണമായിരിക്കടി. ഞാൻ ഇതാക്കലുണ്ട്. മതി. ലാസ്റ്റത്തെ ലുക്കാണ് ഗൈസ്. ഞാൻ അമ്പലക്കാരായോണ്ട് അമ്പലക്കാരില് ഹിന്ദു ആയതുകൊണ്ട് തട്ടൊക്കെ ഇട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമൊക്കെ പെടുവേ. അപ്പൊ ഞാൻ തട്ടും ഇട്ട് അതിന്റെ ലുക്ക് എങ്ങനെയാണ് കാണിക്കാമേ. ഇങ്ങോട്ട് പോ ഗൈസ്. ഞാൻ തട്ട് വിടാൻ പോവാ. ഇവള് വെറുതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ അമ്മയും കൊച്ചു കളിക്കുമ്പോൾ ഇങ്ങനെ തട്ട് വിട്ടുകൊണ്ട് കളിക്കുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ട് വിടുന്നത്. ഞാൻ പറഞ്ഞു അന്നാ വീഡിയോക്കകത്ത് തട്ട് വിട്ട് കളിച്ചാളെ. ഇതാണ് ഞാൻ തട്ട് ഇട്ടിട്ട്
എനിക്ക് ഈ മേക്ക് ഓവർ ഈ തട്ട് ഇട്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഗായ്സ്. അപ്പോൾ ബൈ പറ. അപ്പോൾ ഇന്ന് ടീച്ചറും കുട്ടിയും കളിക്കുന്നുണ്ട്. അത് ചെറിയൊരു വീഡിയോയും കൂടി നാളെ ഇടും, ഇന്നും ഇടില്ല. ഇന്ന് രാത്രി എവിടെയോ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ഇടാൻ പറ്റൂല ഗൈസ്, സോറി ഗൈസ്. അപ്പോൾ കൺസൾട്ടേഷൻ പറഞ്ഞോ. ബൈ. ഹലോ ഗൈസ്. ഇനി പിന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എറിയുക. അപ്പൊ എല്ലാവർക്കും ഇന്ന് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ബൈ.